നമ്മുടെ വീട്ടിൽ അടുക്കളയുണ്ട്, ബെഡ്റൂമുണ്ട്, സിറ്റിംഗ് റൂമുണ്ട്. അല്ലാണ്ട് ബെഡ്റൂമിലിരുന്നാരും പൂജ ചെയ്യാറില്ല. ഭാരതം ലോകത്തിൻ്റെ ശ്രീകോവിലാണെന്ന് പറയും. ഒരിക്കലും ഒരു സ്ഥലത്ത് പോയി സംസാരിച്ച സമയത്ത് ഒരാൾ സംശയം ചോദിച്ചതാണ്, എന്തുകൊണ്ടാണ് ഭാരതത്തിൽ മാത്രം ഈ ക്ഷേത്രങ്ങളും ദേവതകളും ഒക്കെ എന്നുള്ള ഒരു സംശയം. നമ്മളൊരു വീടുണ്ടാക്കിയ നമ്മുടെ വീട്ടിൽ അടുക്കളയുണ്ട്, ബെഡ്റൂമുണ്ട്, സിറ്റിംഗ് റൂമുണ്ട്, ബാത്റൂമുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ അതിനും വേറെ ഒരു പൂജാ റൂമുണ്ട്. നമ്മൾ ദീപം കൊളുത്തൽ, പൂജകളൊക്കെ ആ സ്ഥലത്ത് മാത്രമേ ചെയ്യുള്ളൂ. അല്ലാണ്ട് ബെഡ്റൂമിലിരുന്ന് ആരും പൂജ ചെയ്യാറില്ല, അല്ലേ? ടോയ്ലറ്റിലിരുന്നോ സിറ്റിംഗ് റൂമിലിരുന്നോ ഒന്നും ആരും പൂജ ചെയ്യാറില്ല. എന്നതുപോലെയാണ് ഈ ലോകത്തിൽ പൂജാമുറിയാണ്, ലോകത്തിൻ്റെ ശ്രീകോവിലാണ് ഭാരതം. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ദേവതകളെയും ഭാരതത്തിൽ സംരക്ഷിച്ച് ഭാരതത്തിൻ്റെ ആ ഒരു സംസ്കാരത്തിൽ അതിനെ പെടുത്തിയിരിക്കുന്നത്. ആ ഒരു ദേവതാ സങ്കല്പങ്ങളെല്ലാം ഭാരതത്തിൽ. കാരണം ഭാരതത്തിലെ ആ ദേവതാ സങ്കല്പങ്ങളും ആ ആത്മീയമായ ചൈതന്യം അന്വേഷിച്ചിട്ട് എല്ലാവരും ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും എത്തിച്ചേരുന്നത് ഭാരതത്തിലാണ്. നമുക്കത് കാണാൻ കഴിയും. ആ ഒരു ആത്മീയ ചൈതന്യം നേടാൻ കഴിയുന്നത് നമുക്ക് നമ്മുടെ പൂജാമുറിയിൽ നിന്നാണ്. അടുക്കളയിൽ ഇരുന്നിട്ട് നമുക്ക് പറ്റില്ല, ബെഡ്റൂമിൽ ഇരുന്നിട്ട് ജപിക്കാൻ നമുക്ക് സ്വസ്ഥത കിട്ടില്ല. അപ്പോൾ നമ്മുടെ ഭാരതം എന്ന ശ്രീകോവിലിനകത്ത് ഇരുന്നാൽ ആത്മീയ ചൈതന്യം. അപ്പോൾ നമ്മൾ ഭാരതീയർ എത്രമാത്രം ഭാഗ്യം ചെയ്തവരാണ്. നമ്മളൊക്കെ ശ്രീകോവിലിനുള്ളിൽ പിറന്നവരാണ്. അതുകൊണ്ടാണ് ഭാരതത്തെ ലോകത്തിൻ്റെ ശ്രീകോവിൽ എന്ന് പറയുന്നത്.